ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി ഇറങ്ങുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവദിന ശുശ്രൂഷയിലേക്ക് നമ്മൾക്ക് പ്രവേശിക്കാം. അത്യുന്നതനായ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ, നമുക്ക് നിത്യവും വഴി കാണിക്കുന്നവൻ, നമ്മളെ നിരന്തരം നന്മയിലേക്ക് നയിക്കുന്നവൻ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. നമ്മൾക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 970 നമ്മളിങ്ങനെ കാണുന്നുണ്ട്. മറിയം സ്വർഗാരോപിതയായിട്ടും അവൾ മനുഷ്യകുലത്തിന് വേണ്ടിയുള്ള രക്ഷാകര പദ്ധതിയിൽ അല്ലെങ്കിൽ രക്ഷാകര പ്രവർത്തനത്തിൽ അവൾ പുറകോട്ട് പോയില്ല. രക്ഷാകര പ്രവൃത്തി വേണ്ടെന്നും വെച്ചില്ല. മറിയം മനുഷ്യകുലത്തിൻ്റെ നിത്യമായ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് വിവിധ തരത്തിലുള്ള ദാനങ്ങൾ നമുക്ക് ലഭിക്കുവാൻ, മനുഷ്യകുലത്തിലായിരിക്കുന്ന ഓരോ മനുഷ്യരും നിത്യസൗഭാഗ്യത്തിന് അർഹരായി തീരുവാൻ വേണ്ടി വിവിധ ദാനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. ആ ദാനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി മറിയം നമുക്ക് വേണ്ടി നിരന്തരം വിവിധ രീതിയിൽ മധ്യസ്ഥം വഹിക്കുകയാണ്. അതുകൊണ്ടാണ് മറിയത്തെ നമ്മൾ വിളിക്കുക അഭിഭാഷക, സഹകാരിണി, സഹായിക്കുന്നവൾ, മധ്യസ്ഥ എന്നീ ബഹുമാനത്തോടു കൂടി നമ്മൾ മറിയത്തെ വിളിക്കുക. മറിയം എപ്പോഴും നമ്മുടെ നിത്യജീവിതത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി നിരന്തരം വിവിധ രീതികളിൽ മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ടി ഒരു അഡ്വക്കേറ്റിനെ പോലെ ദൈവത്തോട്, അതാണ് വിവിധ രീതി എന്ന് സൂചിപ്പിച്ചത്. ഒരു അഡ്വക്കേറ്റായിട്ട്, ഒരു സഹായിയായിട്ട്, ഒരു സഹകാരിണിയായിട്ട് നമുക്ക് വേണ്ടി ഏതെല്ലാം തരത്തിൽ മധ്യസ്ഥം വഹിക്കാവോ അതെല്ലാം രീതിയിൽ മറിയം പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കുന്നു. അമ്മയെ നമുക്ക് പ്രത്യേകമായി വണങ്ങാം. അമ്മയുടെ സ്വർഗാരോപണത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുവാൻ വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. നമ്മളെ തന്നെ വിശദീകരിച്ച് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും പക്വതയിലേക്ക് കൊണ്ടുവന്ന് മറിയത്തിൻ്റെ സത്ഫലങ്ങൾ നമ്മളെ നിലനിൽക്കുവാൻ ആഗ്രഹിച്ച്, ആ പുണ്യങ്ങൾ നമ്മൾ നേടിയെടുക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്ന നാളുകളാണല്ലോ. ഈ നാളുകളിൽ പരിശുദ്ധയുടെ മധ്യസ്ഥതയിലൂടെ നമ്മൾക്ക് വലിയ സൗഭാഗ്യങ്ങൾ ലഭിക്കുവാനും ആത്മീയമായ ചിന്തകളിലൂടെ നമ്മൾ ഉയരങ്ങളിലേക്ക് പ്രവേശിക്കുവാനും അതുപോലെ തന്നെ എളിമയുടെ മേഖലകളിലേക്ക് കടന്നു വരുവാനും നമ്മൾക്ക് വേണ്ടി പ്രത്യേകം മധ്യസ്ഥം വഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ മറിയം നമ്മൾക്ക് വേണ്ടി എപ്പോഴും നിരന്തരം മധ്യസ്ഥം വഹിക്കുന്നുണ്ട്. ആശ്രയ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളെ പുണ്യത്തിൽ ജീവിക്കുവാൻ തക്ക വിധം ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മധ്യസ്ഥം വഹിക്കണമേ. സ്വർഗഭാഗ്യത്തിന് അർഹരായി തരുവാൻ തക്ക വിധം ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ ഏവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.